Hi friends, welcome back to D&D Kids Lab. ഇന്ന് നമുക്കൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം അതിന് ബാറ്റർ മിക്സ് ചെയ്യും. ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പം 1 കപ്പ് മൈദ, 1 കപ്പ് നമ്മുടെ കോൺഫ്ലവർ, 2 ഈക്വൽ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. ഇതിലോട്ട് ഞാനൊരു ശകലം ചില്ലി പേസ്റ്റ്, 1 സ്പൂൺ ചില്ലി പേസ്റ്റ്, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പുപൊടി, 1 സ്പൂൺ ഷുഗർ. ഇതിനോടൊപ്പം ഒരു ശകലം ഇതിൻ്റെ അടപ്പ് തന്നെ ഒരു 5-6 ഒരു ടീസ്പൂൺ മുളക് സോയാ സോസ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. ഒരു മുട്ട നമ്മൾ അടിയുന്നു. നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ബാറ്റർ പരുവാക്കി എടുക്കണം. ഇതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഴമ്പ് എഴുത്തിലാണ് നമ്മൾ ബാറ്റർ എടുക്കുന്നത്. അതിലോട്ട് ചിക്കൻ ഞാൻ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ 2 പീസുകൾ കേട്ടോ, ചെറിയ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്ററിൽ നമ്മൾ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ വെച്ചത് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എണ്ണ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ചില്ലി ചിക്കൻ. ഇത് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടിടുക, ഓരോന്നോരോന്നായിട്ട് പിറക്കിടുക. അപ്പം ഞാനിപ്പം കൂടുതലെടുക്കുന്നത് ഓരോന്നോരോന്നായി ഇടുന്നത്. ഇങ്ങനെ ഇടാം, പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക. അപ്പോൾ എളുപ്പം പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് വേണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് കിടക്കും. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇടണം. വാരിയും കിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളമായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യമേ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്റർ ഇത് ചിക്കനിൽ നിന്ന് വിട്ടുപോകും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കാം. അത്യാവശ്യം ഇളക്കിയിട്ട് അത് ഒരു അത്യാവശ്യം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ആദ്യം നമ്മളിട്ട ചിക്കൻ ഫ്രൈ ആയി, നമുക്ക് കോരി മാറ്റാം. നമുക്ക് വീണ്ടും ബാക്കി ചിക്കൻ നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി പുള്ളിക്കകത്ത് എണ്ണയൊക്കെ അത്യാവശ്യം ഒഴിവാക്കി ശകലം എണ്ണ മാത്രം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ആദ്യം നമുക്ക് ശകലം വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി, ഒരു ചെറിയൊരു ഇഞ്ചി, ഒരു പിടി ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശകലൊന്നും വഴന്ന ശേഷം നമുക്ക് അതിലോട്ട് ക്യാപ്സിക്കം, ഒനിയനും, അത് ക്യൂബ് കട്ടിംഗ് ആണ്, ഇട്ട് കൊടുക്കണം.
ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ കൂട്ടത്തിലോട്ട് ക്യാപ്സിക്കവും മീനും ആഡ് ചെയ്യാം. ഇനി അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോട്ടാകണം. ഇളക്കി കൊടുത്ത് നല്ലപോലെ സോട്ടാകണം. അപ്പം ഫ്രണ്ട്സ് ഏകദേശം നമ്മുടെ ഇതൊന്ന് സോട്ടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യണം. ചില്ലി പേസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി ശകലം വിനാഗിരിയും കൂടെ ഒക്കെ ഒഴിച്ച് ശകലം വിനീഗർ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് എടുത്ത് യൂസ് ചെയ്യാൻ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരു 3 സ്പൂണ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് ഗ്രീൻ ചില്ലി സോസ്, ഒരു ശകലം റെഡ് ചില്ലി സോസ്, ഒരു കുറച്ച് സോയ സോസ്. സോയ സോസ് അധികം വേണ്ട. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇതിലോട്ട് നമ്മൾ ശകലം കളറോട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോയ്ക്ക് ഒരു പെർഫെക്ഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ചെയ്യണം. മാക്സിമം നിങ്ങളത് ചെയ്യാതിരിക്കുക, ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും കളർ യൂസ് ചെയ്യാതെ ഉണ്ടാക്കുക. ഇതിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല ഫ്രൈ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ചില്ലി ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സാധനമാണിത്. വളരെ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. എല്ലാവരും ചെയ്ത് വലിയ പാടുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മസാലയുടെ കൂട്ടത്തിൽ അജിനോമോട്ടോ എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്യും. അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് അത്യാവശ്യം അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇപ്പം നമുക്കിത് ഓഫ് ചെയ്ത് ചെറിയ പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് എൻ്റെ ചേട്ടൻ്റെ മോനും എൻ്റെ ക്യാമറാമാനായിട്ടുള്ള ഏവനും സൂപ്പർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നു. ഇത് സ്പൈസി ആണോ അതുപോലെ ക്രിസ്പി ആണോ? സ്പൈസ് നമുക്ക് ഉണ്ടെങ്കിൽ ലെസ് സ്പൈസിലും ഉണ്ടാക്കാം. എനിക്ക് ശേഷം സ്പൈസി ഇഷ്ടമായതുകൊണ്ട് ഞാൻ സ്പൈസിൽ ഉണ്ടാക്കി. ചില്ലി പീസ് കുറച്ച് ചേർത്ത് നമുക്ക് സ്പൈസ് കുറച്ചും ചെയ്യാം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി ഉടനെ നമ്മൾ സന്ധിക്കുന്നതാണ്. ഓക്കെ, ബൈ ബൈ.